നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇനി പരീക്ഷാ ചൂടും. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ആദ്യ ദിനത്തെ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് കുട്ടികൾ പറയുന്നു. മാർച്ച് 26 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് വീണ്ടും ഒരു പരീക്ഷാകാലം. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെയായിരുന്നു SSLC പരീക്ഷ. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഹയർ സെക്കൻഡറി പരീക്ഷ. ജില്ലയിൽ 1,43,667 പേരാണ് ഇത്തവണ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നത്. SSLC പരീക്ഷ 40,324 വിദ്യാർത്ഥികളാണ് എഴുതുന്നത്. ഇതിൽ 20,456 ആൺകുട്ടികളും 19,868 പെൺകുട്ടികളുമാണ്. പരുതു ഹൈസ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ SSLC പരീക്ഷ എഴുതുന്നത്. 961 കുട്ടികൾ ഇവിടെ പരീക്ഷ എഴുതുന്നുണ്ട്. ആദ്യ ദിനത്തെ പരീക്ഷ വളരെ എളുപ്പമായിരുന്നുവെന്ന് കുട്ടികൾ അഭിപ്രായപ്പെട്ടു. പരീക്ഷ എഴുതിയത് നല്ല സിമ്പിൾ ആയിരുന്നു. ഇത്രക്ക് മോഡലിനെക്കാട്ടിലും സിമ്പിൾ ആയിരുന്നു ഈ എക്സാം. ഇത്രക്കും സിമ്പിൾ ആയിട്ടുള്ള എക്സാം ഇതായിട്ട് എഴുതിയിട്ടില്ല. നല്ല ഈസി ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതോട്ട് കുഴപ്പമൊന്നുമില്ല. എഴുതാൻ പറ്റി. ജില്ലയിൽ 193 സെന്ററുകളിലായാണ് പരീക്ഷ നടക്കുന്നത്. ഇത്തവണ SSLC പരീക്ഷയ്ക്കൊപ്പം തന്നെ മറ്റു ക്ലാസുകാരുടെ പരീക്ഷ കൂടി നടത്തുവാനുള്ള രീതിയിലാണ് പരീക്ഷാ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത്. മാർച്ച് 26-ന് പരീക്ഷ സമാപിക്കും. ചാലിശ്ശേരി പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ചെണ്ടക്കോൽ ഉപയോഗിച്ച് നെഞ്ചിൽ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലിശ്ശേരി തുറക്കൽ വീട്ടിൽ 25 വയസ്സുള്ള റിഖാസ് ആണ് അറസ്റ്റിലായത്. മുലയംപറമ്പത്തുകാവ് ഉത്സവത്തിനിടെ കല്ലുംപുറം ശ്രീദുർഗ ആഘോഷ കമ്മിറ്റിയിലെ 28 വയസ്സുള്ള ശ്രീനാഥിനെയാണ് പ്രതി ചെണ്ടക്കോൽ കൊണ്ട് കുത്തിയത്. ആക്രമണത്തിൽ ശ്രീനാഥിന് ഗുരുതര പരിക്കേറ്റു. യുവ മൈലാടിക്കുന്ന് ആഘോഷ കമ്മിറ്റിയിലാണ് റിഖാസ് ഉണ്ടായിരുന്നത്. ഇരു ടീമുകളും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെയും പോലീസ് നടപടിയുടെയും ദൃശ്യങ്ങളും പുറത്തുവന്നു. നാഗലശ്ശേരി പഞ്ചായത്തിൽ 20ഓളം പേർക്ക് മഞ്ഞപ്പിത്ത ബാധ. പഞ്ചായത്തിലെ 3 വാർഡുകളിലായി 20ഓളം പേർക്ക് മഞ്ഞപ്പിത്ത രോഗം ബാധിച്ചതായാണ് സൂചന. ഇതിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തര യോഗം ചേരും. പഞ്ചായത്തിൽ നടന്ന ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തവർക്കാണ് രോഗബാധ ഏറ്റതെന്നാണ് സംശയം. തിരുമിറ്റക്കോട് കറുകപുത്തൂരിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഭർത്താവിനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാത്തന്നൂർ കോങ്ങത്ത് വളപ്പിൽ സുനിൽകുമാറാണ് അറസ്റ്റിലായത്. കൃത്യത്തിനിടയാക്കിയത് ഭാര്യയുടെ ഫോൺ വിളികളിൽ ഭർത്താവിനുണ്ടായ സംശയമെന്ന് പോലീസ്. ശനിയാഴ്ച വൈകിട്ട് 6:30യോടെയാണ് ഇയാൾ ഭാര്യ മഹാലക്ഷ്മിയെ ആയുധം കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കഴുത്തിനും തലയ്ക്കും കൈക്കും വെട്ടേറ്റ മഹാലക്ഷ്മി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ഭാര്യ പഠനകാലത്തെ സഹപാഠിയുമായി നിരന്തരം ഫോണിൽ സംസാരിക്കുന്നതിലെ സംശയമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇതിന്റെ പേരിൽ ഇരുവരും പലതവണ വഴക്കടിച്ചതായും സൂചനകളുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം വഴക്കിന്റെ പേരിൽ സഹോദരിയുടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്നതിനിടെ സുനിൽകുമാർ ഭാര്യയെ മുറിയിൽ വിളിച്ചു വരുത്തി വിട്ടുകയായിരുന്നു. ശനിയാഴ്ച ചാലിശ്ശേരി പോലീസും ഫോറൻസിക് വിഭാഗവും കുറ്റകൃത്യം നടന്ന വീട്ടിൽ പരിശോധന നടത്തി. തുടർന്ന് പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. കറുകപുത്തൂരിൽ ഉത്സവത്തിനിടെ ആക്രമണം നടത്തിയ കേസിലെ പ്രതിയെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാത്തന്നൂർ പുത്തൻപീടികയിൽ 20 വയസ്സുള്ള മുഹമ്മദ് ഇർഫാനാണ് അറസ്റ്റിലായത്. കറുകപുത്തൂർ പുത്തൻകുളങ്ങരക്കാവ് ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് അമ്പലവട്ടത്ത് വെച്ച് കുറച്ചുപേരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ചാലിശ്ശേരി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കോടതി റിമാൻഡ് ചെയ്തു. തൃത്താല ഗ്രാമപഞ്ചായത്തിൽ നവീകരണം പൂർത്തീകരിച്ച കണ്ണനൂർ മാങ്ങാട്ട് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും 3,30,30,000 രൂപ ചെലവഴിച്ചാണ് 72 മീറ്റർ ദൂരത്തിൽ റോഡ് നവീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KP ജയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ P ദീപ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CPM സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശകരമായ വരവേൽപ്പ്. ജില്ലാ അതിർത്തിയിൽ നിന്നും ജാഥയെ സ്വീകരിച്ചാനയിച്ചു. ജില്ലയിലെ ആദ്യ സ്വീകരണം കൊപ്പത്തായിരുന്നു. ജനുവരി 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ച് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാക വഹിച്ചുള്ള പതാക ജാഥയ്ക്കാണ് പാലക്കാട് ജില്ലയിൽ ആവേശകരമായ വരവേൽപ്പ് നൽകിയത്. കണ്ണൂരിൽ നിന്നും ആരംഭിച്ച ജാഥ മലപ്പുറം ജില്ലയിലെ സ്വീകരണത്തിന് ശേഷമാണ് പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ജില്ലാതിർത്തിയായ പുലാമന്തോളിൽ നിന്നും ജില്ലാ നേതാക്കൾ ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M സ്വരാജാണ് ജാഥ നയിക്കുന്നത്. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ജാഥയെ വരവേറ്റത്. പാർട്ടി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു M സ്വരാജിനെ ഷാൾ അണിയിച്ചു. NN കൃഷ്ണദാസ്, TK നാരായണദാസ്, സുബൈദ സാഖ്, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയ മറ്റു നേതാക്കളും ജാഥയെ വരവേൽക്കാൻ ജില്ലാതിർത്തിയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിച്ചു.
ജില്ലയിലെ ആദ്യ സ്വീകരണ പൊതുയോഗം കൊപ്പത്തായിരുന്നു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് നേതാക്കൾ ജാഥയെ സ്വീകരണ യോഗത്തിലേക്ക് വരവേറ്റത്. ജാഥ ക്യാപ്റ്റൻ എം സ്വരാജ്, വത്സൻ പന്നോളി, അനുശ്രീ എന്നിവരെ നേതാക്കൾ ഷാളണിയിച്ചു. CPI സമ്മേളനം പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, നവകേരളത്തിന്റെ രൂപരേഖ കൂടി ചർച്ച ചെയ്യുമെന്ന് സ്വീകരണ യോഗത്തിൽ സംസാരിക്കെ എം സ്വരാജ് സൂചിപ്പിച്ചു. CPIഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം പാർട്ടി മെമ്പർമാരെയും അനുഭാവികളെയും സംബന്ധിച്ച് മാത്രമല്ല, ഒരു വേള രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോട് തന്നെ വിയോജിപ്പ് ഉള്ള ജനവിഭാഗങ്ങളിൽ പോലും അതീവ ശ്രദ്ധയും ഗൗരവവും നൽകുന്ന ഒന്നായി സംസ്ഥാന സമ്മേളനം മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഗണ്യമായ വിഭാഗം ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് CPIഎം സംസ്ഥാന സമ്മേളനത്തെ നോക്കിക്കാണുന്നത്. ഇത്തവണ സമ്മേളനത്തിൽ പാർട്ടി സംഘടനാ കാര്യങ്ങൾ മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു രേഖ കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ അതെല്ലാം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നവകേരളത്തിന്റെ രൂപരേഖയാണ് CPIഎം സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു രേഖ. കഴിഞ്ഞ 8-9 കൊല്ലമായി കേരളത്തിന്റെ ചരിത്രത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സമഗ്രവും സർവതല സ്പർശിയുമായ വികസനം വലിയൊരു കുതിച്ചുചാട്ടമുണ്ടായ കാലമാണ്. വൻകിട പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം ഒരേപോലെ ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഗവൺമെന്റാണ്. സംസ്ഥാന ജില്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് പട്ടാമ്പിൽ വഴി ഷൊർണൂരിലും സ്വീകരണം നൽകിയ ശേഷമാണ് തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ചാലിശ്ശേരി പൂരത്തിന് ആനയെ ഒഴിവാക്കി തുക നിർധന കുടുംബത്തിന്റെ വീട് പുനർനിർമ്മാണത്തിനായി മാറ്റിവെച്ച നവയുഗ പൂരാഘോഷ കമ്മിറ്റിക്ക് കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 1 ലക്ഷം രൂപ സഹായം നൽകി. നവയുഗ കമ്മിറ്റിയിലെ 40ഓളം അംഗങ്ങളുടെ നന്മ മനസ്സ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് ജീവകാരുണ്യ സംഘടന സഹായവുമായി മുന്നോട്ടുവന്നത്. ആർഭാടങ്ങൾ ഒഴിവാക്കി ലളിതമായ രീതിയിൽ ഉത്സവാഘോഷങ്ങൾ നടത്തി. ആ തുക ഉപയോഗിച്ച് നിർധന കുടുംബത്തിന് കൈത്താങ്ങായ നവയുഗ പൂരാഘോഷ കമ്മിറ്റി മാതൃകയാണെന്ന് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ, സെക്രട്ടറി ഷമീർ ഇഞ്ചിക്കാലയിൽ എന്നിവർ പറഞ്ഞു. 1 ലക്ഷം രൂപയുടെ തുകയ്ക്കുള്ള ചെക്ക് പൂരാഘോഷ കമ്മിറ്റി രക്ഷാധികാരി KK പ്രേമൻ, പ്രസിഡന്റ് MS മനു, സെക്രട്ടറി NS സനൂപ്, ട്രഷറർ MK ശരത്ത്, മറ്റു ഭാരവാഹികളും ചേർന്ന് ഏറ്റുവാങ്ങി. നവയുഗ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളെ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ ചേർന്ന് പൊന്നാടയും കഥകളി ശില്പവും നൽകി ആദരിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളിപ്പിനായി 5,03,000 രൂപ ഏക്കത്തുക കരാർ ഉറപ്പിച്ചിരുന്ന ചിറക്കൽ കാളിദാസനെ ഒഴിവാക്കി ഗൃഹനാഥനും മകനും മരണപ്പെട്ട വേങ്ങാട്ടുപറമ്പിൽ അജിതന്റെ കുടുംബത്തിന്റെ വീടുപണി പൂർത്തിയാക്കുന്നതിനായി തുക നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. കൊണ്ട് സപ്പോർട്ട് ചെയ്യുക വെച്ചാൽ അവനെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ്, അല്ലാതെ ഞങ്ങളുടെ ഒറ്റ 1-2 ആൾക്കാർ തീരുമാനമൊന്നുമല്ല, എല്ലാവരും കൂടി ആലോചിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇങ്ങനെ 5 ലക്ഷത്തിന് ആന ഏൽപ്പിച്ചു. പിന്നെ 5 ലക്ഷത്തിന് ആന 1.5 എത്ര ഇതിന് വരിക, 1.20 വരും. പിന്നെ പന്തൽ 8 ലക്ഷത്തിൻ്റെ പരിപാടി ഞങ്ങൾ ബഡ്ജറ്റ് കണ്ടു. അപ്പോൾ എന്തിനാ കൊത്ത് അങ്ങനെ പോണത്? അതിനായിട്ട് നല്ലത് നമുക്ക് പറ്റിയ ഒരാൾക്കാരനെ, അതായത് പയ്യൻ, അത്രയും വേണ്ടപ്പെട്ട പയ്യനായിരുന്നുള്ളൂ. നമ്മൾ ഈ കമ്മിറ്റി നവയുഗ കമ്മിറ്റിയുള്ളവർക്ക് ആർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഈ ആലിക്കരയിലെ ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നവയുഗ കമ്മിറ്റി എല്ലാവരും കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. കാരണം നമ്മളൊരു ആനയ്ക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം ചിലവാക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് അവൻ്റെയും കൂടി ആഗ്രഹമായിരുന്നു. നമുക്ക് വലിയ ആന കൊണ്ടുപോകണം, സന്നപ്പട നമുക്ക് നല്ല വലിയ ആന കൊണ്ടുപോകണം, അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അവൻ്റെ അവല്ലാതെ ഒരു പൂരം നമുക്ക് വേണ്ട. അപ്പം അവൻ നമ്മളെ നിന്ന് വിട്ടുപിരിഞ്ഞു. അപ്പം നമ്മളെന്ത് ചെയ്തു, ആ എമൗണ്ട് അവൻ്റെ വീട്ടിന് അവൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചു. വിളയൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തി. പഞ്ചായത്തിലെ തുടിക്കല് പ്രദേശത്താണ് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിച്ച് വിതരണം ചെയ്യുന്നത്. വിളയൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഏറെ നാളായി പലയിടത്തും കുടിവെള്ളം ലഭ്യമായിട്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ തുടിക്കല് പ്രദേശത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ആദ്യ ദിനത്തിൽ 12,000 ലിറ്ററോളം കുടിവെള്ളമാണ് ഇവിടുത്തെ വീടുകളിലേക്ക് വിതരണം ചെയ്തത്. തൂതപ്പുഴയോര പ്രദേശങ്ങളിൽ വലിയ കുടിവെള്ളക്ഷാമമാണ് നിലവിൽ നേരിടുന്നത്. വേനൽ തുടങ്ങിയപ്പോഴേക്കും ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം ലഭ്യമാവാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൊപ്പം വിളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നും 2 പഞ്ചായത്തുകളിലേക്കുമുള്ള കുടിവെള്ള വിതരണത്തിൽ നിയന്ത്രണവും അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കാൻ ഇടവരുത്തിയെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടിക്കല്ലി പ്രദേശത്ത് കുടിവെള്ള വിതരണം ആരംഭിച്ചത്. വരും ദിവസങ്ങളിലും ആവശ്യമെങ്കിൽ കുടിവെള്ളം ലഭ്യമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. കുടിവെള്ള വിതരണത്തിന് നേതാക്കളായ VM മുസ്തഫ, UP സാദിഖ്, മുഹമ്മദ് യാസീൻ, തൗഫീഖ്, PK ഷാഹിദ്, P ഇർഷാദ്, KP ഫാസിൽ, വിനു, സുജേഷ്, ചന്തു എന്നിവർ നേതൃത്വം നൽകി.
തൃത്താല മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച CK നായരുടെ 38ാം ചരമവാർഷികം ആചരിച്ചു. CPMന്റെ നേതൃത്വത്തിൽ ആമക്കാവിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ K. പ്രസാദ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A. കുട്ടിനാരായണൻ, KP രാമചന്ദ്രൻ, M. രാജൻ എന്നിവർ സംസാരിച്ചു. വെയിലിന് കാഠിന്യമൊന്ന് കുറയട്ടെ, ചൂടൊന്ന് ആറട്ടെ, മഞ്ഞൊന്ന് പൊയ്ക്കോട്ടെ, മഴയൊന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയാണോ കമ്മ്യൂണിസ്റ്റുകാർ സമരം നടത്താറ്? അല്ലല്ലോ. അതുകൊണ്ടാണ് സമരം നടത്തിയത്. ആ ജാഥയിൽ എവിടെയെങ്കിലും നിങ്ങൾ 10 ആൾ കുറഞ്ഞത് കണ്ടോ? കണ്ടില്ലല്ലോ. ആ ജാഥയ്ക്ക് എവിടെയെങ്കിലും സ്വീകരണം കൊടുക്കുന്നതിൽ ആൾ കുറഞ്ഞില്ലല്ലോ. ആ ജാഥയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്തല്ലോ. അതിന് കാരണം എന്താ? സ്വന്തം നിലനിൽപ്പ് അപകടത്തിലായി. ഇപ്പൊ അപകടത്തിലാണ്. അതിജീവിക്കാൻ നമ്മൾ തർക്കം വിചാരിക്കേണ്ട. ഒരു നയാ പൈസ കേന്ദ്രം തന്നില്ലെങ്കിൽ തരണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കില്ല. അതിനെതിരെ അതിശക്തമായ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും, അതിന് BJP ഉണ്ടാകാം, കോൺഗ്രസ് ഉണ്ടാകാം, ലീഗ് ഉണ്ടാവാം, രാഷ്ട്രീയമില്ലാത്തവരുണ്ടാകാം, അവരെ എല്ലാം അണിനിരത്തിക്കൊണ്ട് നാം വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായി നാം മുന്നോട്ട് പോകുക ചെയ്യും. നീതിന്യായ വ്യവസ്ഥയുടെ സഹായം തേടും. സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് കാത്തു നിൽക്കില്ല. കേരളം അതിന് വിഭവ സമാഹരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം പ്രകടന പത്രികയിൽ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ ഗവൺമെന്റ് നടപ്പിലാക്കും. ഒരു സംശയങ്ങൾ കരുതണ്ട. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കൂറ്റനാട് സബ് ട്രഷറിക്ക് മുൻപിൽ ധർണ നടത്തി. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, ക്ഷാമബത്ത കുടിശ്ശികകൾ അനുവദിക്കുക, മെഡിസെപ്പിൽ സർക്കാർ വിഹിതം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ജില്ലാ കമ്മിറ്റി അംഗം EP മുരളീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. TM നാരായണൻ, EK കേശവൻ മാസ്റ്റർ, KB മുരളീധരൻ, UP സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ചാലിശ്ശേരി കവുക്കോട് ശ്രീ കുളത്താണി വിഷ്ണുശാസ്താ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. രാവിലെ 4-ന് നട തുറക്കും. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി മംഗലത്ത് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 3-ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ശങ്കരപ്പാട്ടിൽ പരമേശ്വരൻ നായർ, മണി എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും ഗജവീരനും അകമ്പടിയാകും. തുടർന്ന് 12-ലധികം ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തും. രാത്രിയിൽ ദീപാരാധന, ചുറ്റുവിളക്ക്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായംവക എന്നിവ നടക്കും. പുലർച്ചെ 3 മണിക്ക് താലത്തോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് നടക്കും. ചൊവ്വാഴ്ച രാത്രി 8-ന് ഗാനമേളയും നടക്കും. പൂരാഘോഷത്തിന് കുളത്താണി ദേവസ്വം പ്രസിഡന്റ് K. ശങ്കരനാരായണൻ, സെക്രട്ടറി K. രവീന്ദ്രൻ, ട്രഷറർ ഗോവിന്ദൻ നായർ എന്നിവരടങ്ങുന്ന ദേവസ്വം കമ്മിറ്റി നേതൃത്വം നൽകും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.